നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കേറിപ്പോന്നോളി. കേരളം എന്നൊരു രാജ്യമതുണ്ട്, കേദാസന്റെ കേരള നാട്. ആലത്തൂരിലെ ഇന്ത്യയുള്ളൂ, കനലൊരു തരിയത് മാത്രം മതിയേ. വിദേശകാര്യവും ഇവിടെ നോക്കും, കേന്ദ്രം വെറുതെ ചെറിയാൻ വരണ്ട. ഡോളേഴ്സ് ഗോൾഡ് കടത്താൻ വേണ്ടി കപ്പിത്താന്റെ പുത്തൻ ബുദ്ധി. ഡോളേഴ്സ് ഗോൾഡ് കടത്താൻ വേണ്ടി കപ്പിത്താന്റെ പുത്തൻ ബുദ്ധി. കേദാസൻ അൽ കേരള നാട്ടിൽ വിദേശകാര്യം അതൊന്നു തുടങ്ങി. വന്നു കേന്ദ്രം പൂട്ടിക്കെട്ടാൻ കേന്ദ്രമന്ത്രി താഴിട്ട് പൂട്ടി. കറൽ മാസ് ജയ, കാറൽ മാസ് ജയ, എന്താ ഗോവിന്ദായിനി ചെയ്യുക. അതേ സുഹൃത്തുക്കളെ, നിങ്ങളിത് കേൾക്കുക. കേരളം വെറും ഒരു സംസ്ഥാനമല്ല, രാജ്യമാണ്. എല്ലാത്തിനും അങ്ങനെ കേന്ദ്രത്തിന്റെ മുന്നിൽ അച്ഛാനിച്ച് നിൽക്കാൻ ഈ കപ്പിത്താനെ കിട്ടില്ല. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, സ്വന്തമായി ഒരു വിദേശകാര്യ ആഫീസ് കപ്പിത്താൻ അങ്ങ് തുടങ്ങി. വാസുകി IASനെ സെക്രട്ടറിയും ആക്കി. ലേ വാസുകി, എനിക്ക് എന്തിന്റെ കേട്ടായിരുന്നു ഈ കേരളത്തിലോട്ട് വരാനായിട്ട്. കനലൊരു തരി ആലത്തൂരിലുണ്ട്, അതാണ് നമ്മുടെ ഇന്ത്യ. അല്ലാതെ അങ്ങ് ഡൽഹിയിൽ ചെന്ന് ക്യൂ നിൽക്കാൻ പറ്റൂല. കേന്ദ്രമന്ത്രി ജയശങ്കറിന്റെ വിദേശകാര്യം മുഖ്യന് പോരാന്ന്. മുഖ്യന്റെ ആവശ്യങ്ങൾ ജയശങ്കർ അണ്ണന് അനാവശ്യമാണത്രേ. ദുബായി പോകാൻ അനുമതി ചോദിച്ചപ്പോൾ ഓൻ എന്താ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? പറ്റൂലെന്ന്. അന്ന് ഞാൻ ഉറപ്പിച്ചതാ, കേരളത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഒരെണ്ണം ഞാൻ അങ്ങ് തുടങ്ങുമെന്ന്. എപ്പോഴും അവന്റെ മുമ്പിൽ പോയി കുമ്പിടാൻ എനിക്ക് പറ്റൂല. പഴയ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിലൂടെ നടന്ന വിജയനായത്. അടവുകൾ പലതും എന്റെ കയ്യിലുണ്ട്. ജയശങ്കരാ, തുളുനാടൻ കത്രികപ്പൊട്ട് കാണിച്ചു കൊടുക്കടാ. ഇനി കടത്തനാടൻ ചുരികപ്രയോഗം കാണണോ? വേണ്ട, ചുരികയില്ലല്ലോ. മുമ്പേ കാണിച്ചത് നന്നായിരുന്നു. കൂടുതൽ കാണണമെന്നുണ്ടായിരുന്നു, നേരമില്ല. ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ്. ഉറുമി, വാൾ, കെട്ടില്ലാക്കെട്ട്, പൂഴിക്കടകൻ, അടവ് നമ്പർ 18 ഇവയെല്ലാം ഉണ്ട്. വേണേ കാണിക്കാം. മിസ്റ്റർ ദാസൻ, ഞാൻ ഇവിടെ കിഴങ്ങ് പറിക്കാനിരിക്കുവല്ല. വിദേശകാര്യം സംസ്ഥാന വിഷയമല്ല, നോക്കാൻ കേന്ദ്രം ഉണ്ട് ഇവിടെ എന്ന് ജയശങ്കർ അണ്ണന്റെ ഒരൊറ്റ കീച്ച്. മോനെ ജയശങ്കരാ, ഈ ജന്നെ കുറിച്ച് പോയി ആ ശിവശങ്കറിനോട് ചോദിച്ചു നോക്ക്. വിദേശകാര്യമൊക്കെ ഞാൻ പുഷ്പം പോലെ കൈകാര്യം ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളായ ദുബായ്, അബുദാബി, ഖത്തർ വഴി ഡോളേഴ്സ് കടത്തുന്ന എന്നോടാ അവന്റെ കള്ളി. അങ്ങനെ മുഖ്യനും കേന്ദ്രമന്ത്രിയും കൂടി പൊരിഞ്ഞാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയന്റെ കേരള വിദേശകാര്യം പൂട്ടിക്കുമെന്ന് ജയശങ്കർ അണ്ണൻ ഒരൊറ്റ പ്രഖ്യാപിക്കല. ബൈ ദുബായ് മുഖ്യ, ഇതിന് ചില നിയമവശങ്ങളൊക്കെ ഉണ്ട്. ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് മുഖ്യൻ ഇപ്പോൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലോട്ട് ബുൾഡോസർ കയറ്റുകയാണ്. ഇത് ഞാനല്ല, നിയമവിദഗ്ധര് പറഞ്ഞതാണ് മുഖ്യ. എന്റെ നെഞ്ചത്ത് കയറാൻ വരല്ലേ, അണികളോടൊന്ന് പറഞ്ഞേക്കണം. എനിക്കതല്ല, ആ വാസുകിയുടെ അവസ്ഥ ഓർത്തിട്ടാ വിഷമം. പാവത്തിനെ പിടിച്ച് വിദേശകാര്യ സെക്രട്ടറി ആക്കിയേക്കുന്നടേ. ഹോ, എന്ത് പെട്ടെന്ന് ഒരു വകുപ്പ് തന്നെ അങ്ങ് തട്ടിക്കൂട്ടിയത്. മുഖ്യന്റെ ഓരോരോ കഴിവുകള്. എടാ മോനെ, പിന്നെ എത്ര കാലം എന്ന് വെച്ചാണ് ഈ കേന്ദ്ര അവഗണന സഹിക്കുന്നതെന്ന്? ഒന്ന് വിദേശത്തേക്ക് പോകാൻ അനുമതി ചോദിച്ചാൽ തരാൻ വയ്യ. എന്റെ കാശിനല്ലല്ലോ, നാട്ടുകാരുടെ ചെലവിലല്ലേ ഞാൻ പോകുന്നത്. പിന്നെ ഓൻ എന്താണ് അങ്ങോട്ട് അനുമതി തന്നാല്? വിദേശത്തുനിന്ന് സഹായം വരുന്നത് വാങ്ങാൻ നമ്മളെ സമ്മതിക്കുന്നില്ല. പ്രളയ സമയത്തും കോവിഡ് സമയത്തും കോടികൾ ഒഴുകിയില്ലേ. ഈ മലയാളിയുടെ ദുരന്തം വെച്ച് 10 കാശ് വിദേശത്തുനിന്ന് മേടിക്കാന്ന് വെച്ചാൽ അവന്മാര് സമ്മതിക്കൂല. അതും പോട്ടെ, എനിക്ക് മനസ്സമാധാനത്തെ ഡോളേഴ്സ് ഗോൾഡ് കടത്താൻ പറ്റുന്നുണ്ടോ ഇവിടെ? ഇല്ല ഇല്ല. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഒരു വിദേശകാര്യം കേരളത്തിൽ അങ്ങ് തുടങ്ങി. മതി കള്ളത്താടി, ആർക്കും എന്നെ തടുക്കാനാകില്ല. എന്റെ പൊന്നു പിടിച്ചോനെ, വന്ന് വിദേശകാര്യ വകുപ്പ് വരെ AKG സെന്ററിന് കീഴിലാക്കി അവിടെ യവന്മാരെല്ലാം കൂടെ. എല്ലാ ജില്ലയിലും ഓരോ ബ്രാഞ്ച് വെച്ച് തുടങ്ങുമെന്ന്. ബ്രാഞ്ച് തുടങ്ങാൻ എന്തോന്നിടയത്, മുത്തൂറ്റ് മിനിയോ? പിണറായി വിദേശകാര്യ ലൈറ്റ് പ്രോ വേർഷൻ. അപ്പോൾ കേരള വിദേശകാര്യമന്ത്രി ഗോവിന്ദനായിരിക്കും അല്ലയോ സഖാവേ? ആ കഴിവൊക്കെ ഉള്ള ഒരേ ഒരാള് ഗോവിന്ദൻ സഖാവ് തന്നെ. മുഖ്യ, വിദേശകാര്യം തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് കേന്ദ്രത്തിന്റെ എല്ലാ വകുപ്പുകളും ഓരോന്ന് കേരളത്തിലൂടെ തുടങ്ങിയാൽ എന്താണ്?
അത് വളരെ മികച്ചൊരിതായിരിക്കും. അപ്പം നമുക്ക് കേന്ദ്രവുമായിട്ട് വലിയ ബന്ധത്തിന്റെ ആവശ്യമില്ല. അവരുമായിട്ട് അതിര് കടന്ന ഒരു ബന്ധത്തിന് നമുക്ക് പോകേണ്ടതുമില്ല. മുഖ്യം വിദേശകാര്യം തുടങ്ങിയപ്പോഴത്തേക്ക് അണികളെല്ലാം കൂടെ കൈയടിച്ച് പാസ്സാക്കിയിടേത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഒന്നും അങ്ങോട്ട്. അപ്പം നമുക്ക് സംസാരിക്കാം.